ഹലോ ഫ്രണ്ട്സ്, ഫ്ലോറൽ ഫ്ലവേഴ്സ് ഓഫ് കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ട്യൂബ് റോസിൻ്റെ നടിയിലും പരിചരണവുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിൽ കാണുന്നതാണ് ട്യൂബ് റോസിൻ്റെ കിഴങ്ങ്. ഈ ട്യൂബ് റോസ് കിഴങ്ങുകൾ ഒട്ടും ചീഞ്ഞു പോകാതെ നല്ല കരുത്തോടെ മുളപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ആദ്യം ശ്രദ്ധിക്കേണ്ടത് ചെടി നടുന്ന ചട്ടിയായാലും ഗ്രോ ബാഗ് ആയാലും നല്ല സുഷിരങ്ങളുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഞാനിവിടെ ട്യൂബ് റോസ് നടാനായി ഗ്രോ ബാഗാണ് എടുത്തിരിക്കുന്നത്. മണ്ണ് കട്ട പിടിക്കാതിരിക്കാൻ കുറച്ച് കരിയിലകൾ ഇടാം. ശേഷം അതിനു മുകളിലായി മണ്ണും മണലും മിക്സ് ചെയ്തിരിക്കുന്നത് ഇട്ടുകൊടുക്കാം. ഇതിലേക്ക് അല്പം ചാണകപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നീട് ഫംഗിസൈഡിൽ മുക്കിവെച്ച കിഴങ്ങുകൾ നട്ടുകൊടുക്കാം. നടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കിഴങ്ങിൻ്റെ കോർത്ത് മുള വരുന്ന ഭാഗം മുകളിലേക്കായിരിക്കണം. ആവശ്യമെങ്കിൽ മണ്ണ് ചേർത്ത് കൊടുക്കാം. പൂർണ്ണമായി കിഴങ്ങ് മണ്ണിലിട്ട് മൂടരുത്. അതിൻ്റെ മുകൾ ഭാഗം ചെറുതായി മണ്ണിൽ നിന്ന് പുറത്തു കാണുന്ന രീതിയിൽ വേണം നടാൻ. ഇത് കിഴങ്ങ് ചീഞ്ഞു പോകാതിരിക്കാൻ ഒത്തിരി സഹായിക്കും. ചെടി നട്ടതിനു ശേഷം ചെറുതായി വെള്ളം ഒഴിച്ചു കൊടുത്ത് ചെടി സെമി ഷെയ്ഡിൽ വയ്ക്കുക. ചട്ടിയിലെ മണ്ണ് ഉണങ്ങുമ്പോൾ മാത്രം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഓവറായി വെള്ളം ഒഴിച്ചാൽ കിഴങ്ങുകൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതിൽ നിന്നും പുതിയ ഇലകൾ വരുന്നത് കാണാം. പിന്നീട് ചെടി സൂര്യപ്രകാശം കിട്ടുന്നിടത്തേക്ക് മാറ്റി വയ്ക്കാം. ഏകദേശം 2-3 മാസത്തിനുള്ളിൽ ചെടിയിൽ മൊട്ടുകൾ വരാൻ തുടങ്ങും. ഇതിൻ്റെ പൂക്കൾ സാധാരണയായി രാത്രി സമയങ്ങളിലാണ് വിരിയുന്നത്. ഒരു നീളമുള്ള തണ്ടിൽ നിറയെ മൊട്ടുകൾ വരികയും അവ ഓരോ ദിവസങ്ങളിലായി വിരിയുകയും ചെയ്യും. കൂടാതെ ചെടിയുടെ ചുവട്ടിൽ എപ്പോഴും നേരിയ ഈർപ്പമുണ്ടായിരിക്കണം. ഒപ്പം നല്ല സൂര്യപ്രകാശവും ആവശ്യമാണ്. അപ്പോൾ ട്യൂബ് റോസ് നടാൻ ആഗ്രഹിക്കുന്നവർ ഈ രീതിയിൽ ഒന്ന് നട്ടു നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ നല്ല വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.